വെച്ചാൽ രാവിലെ ജോലിക്ക് വന്നപ്പോൾ ചെറിയ പണി കിട്ടി. കണ്ണാടി നൈസായിട്ട് കയ്യിൽ നിന്ന് പൊട്ടി. കയ്യിൽ കാശില്ലാണ്ടിരിക്കുമ്പോൾ പോലെ പണിയൊന്നും കയറണം എന്ത് രസമെന്ന് അറിയാം. കണ്ണാടി വീണ് പൊട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സെന്താ പറഞ്ഞതെന്നറിയോ? ശുഭം. ഈ കണ്ണാടിക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവം ഓൾറെഡി പൊട്ടിയിരിക്കണേ. ഞാൻ പശയിട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും കൂടി പൊട്ടി. ഇനിയിപ്പോൾ പശയിൽ നിൽക്കുമെന്നറിയില്ല, നോക്കാം. ഈ കണ്ണാടി മേടിച്ചിട്ട് 5-6 കൊല്ലേ. നല്ല സങ്കടത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ എൻ്റെ ഒച്ച ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒരു പതർച്ച ഉണ്ടാവും. നല്ല പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ചെറിയ പണിയും കൂടി കിട്ടണത്. ഞാൻ ആകെ ഫ്രീസായി. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു ഫെബിക്കോൾ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കി നോക്കണം. അങ്ങനെ സംഭവം റെഡി മഞ്ഞായി. ആരില്ലാത്തവന് ഫെബിക്കോൾ തൂല. അപ്പം ഫെബിക്കോളിന് ചെറിയ പരസ്യം പോലെ, പരസ്യമൊന്നുമല്ല. അതിനിടയ്ക്ക് എൻ്റെ കയ്യേറി നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ കൈ ഒട്ടണ പോലെ അങ്ങോട്ട് ഒട്ടി. പിന്നെ അത് മെല്ലെ ഞാൻ വലിച്ചു പറിച്ചെടുത്തില്ല. വലിച്ചു പറിച്ചെടുത്താൽ കണ്ണാടി പിന്നെയും പണിയോ. ഞാൻ മെല്ലെ മെല്ലെ ഊരി പറിച്ചെടുത്തു. അപ്പം അങ്ങനെ. അപ്പം ഇനിയിപ്പോൾ ഈ കണ്ണാടി വിട്ടുകൊണ്ട് വേണം നടക്കാൻ. ഇനിയിപ്പോൾ അടുത്തെങ്ങാനും ഫണ്ട് കിട്ടണമെങ്കിൽ ആദ്യത്തെ എൻ്റെ പണി കണ്ണാടി നൈസായിട്ട് മാറ്റണം. ഇല്ലെങ്കിൽ ഇനിയും പണി മേടിക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.